ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് മഞ്ഞൾപ്പൊടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞങ്ങളുടെ ടെറസ് ഗാർഡനിൽ നട്ട് വെച്ചിരുന്ന മഞ്ഞൾ ഏകദേശം 1 വർഷമായി. മഞ്ഞൾ പോയി നോക്കുമ്പോഴത്തേക്കും മഞ്ഞൾ എല്ലാം നല്ല വിളഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. മഞ്ഞൾ നല്ല ക്ലീൻ ചെയ്ത് മണ്ണൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി മഞ്ഞൾ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം തിരിച്ച് വീണ്ടും അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് മഞ്ഞൾ പൊടിയാക്കി മാറ്റുന്നതെന്ന് നോക്കാം. ആദ്യം ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വച്ചേക്കുന്ന മഞ്ഞൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കുക. എനിക്കൊരു ഏകദേശം ഒരു 10-15 മിനിറ്റ് ആദ്യം ഞാൻ കുറച്ച് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് പിന്നെ ബോയിൽ ആയതിനു ശേഷമാണ് മഞ്ഞളൊക്കെ ഇട്ടത്. പിന്നെ അതിന് ശേഷം ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് മിനിമവും മീഡിയവും വെച്ച് ഒരു 15 മിനിറ്റ്സിൽ തന്നെ മഞ്ഞൾ നന്നായിട്ട് വെന്ത് കിട്ടി. അതിൻ്റെ ആ ബോയിൽ ചെയ്തപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ ആ കളറ് തന്നെ നല്ല ചേഞ്ചായി. ആ മഞ്ഞൾ കളറ് ആ വെള്ളത്തിലോട്ടങ്ങ് ഇറങ്ങി. എക്സ്ട്രാ ഉള്ള വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് പേസ്റ്റ് വാട്ടർ മാറ്റി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ആ കുക്കായ മഞ്ഞൾ ഓരോന്നായിട്ട് എടുത്ത്, അതിൻ്റെ കുറച്ച് റൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത് കുക്ക് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് കുറച്ച് ഹാർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ റൂട്ട്സ് എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കുക്ക് ചെയ്തത്. മഞ്ഞൾ കുക്ക് ചെയ്തതിന് ശേഷം ഈസി ആയിരുന്നു എനിക്ക് റൂട്ട്സും ഗ്രോത്തും ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട്. അതെല്ലാം റിമൂവ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മഞ്ഞൾ നമ്മളത് ഒരു മഞ്ഞൾ പീസ് എടുത്ത് നമ്മളത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നടുക്ക് ആ മഞ്ഞളിൻ്റെ ആ കളറ് ചേഞ്ച് ആയിരിക്കുന്നത് കാണാം. അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മഞ്ഞളിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. ആ സ്റ്റേജിലാകുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്ത് മഞ്ഞൾ മാറ്റി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവേണ്ടത്. ഇങ്ങനെ ക്ലീൻ ചെയ്ത മഞ്ഞൾ ഞാൻ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാനതിനെ കട്ട് ചെയ്തിട്ടു. ഇപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ, വെജിറ്റബിൾ ചോപ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ഞൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ സ്റ്റേജിലാകുമ്പോഴത്തേക്കും ചോപ്പറിലിട്ട് നന്നായിട്ടൊന്ന്, അല്ലെങ്കിൽ മിക്സി ജാറിലിട്ട് ഒന്ന് കുറച്ച് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞാൽ പൗഡർ ചെയ്തെടുക്കാൻ, വീട്ടിൽ തന്നെ പൗഡർ ചെയ്തെടുക്കാൻ ഈസി ആവും. കുക്ക് ചെയ്ത മഞ്ഞൾ നമ്മൾ അങ്ങനെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുകയാണ് എങ്കിൽ പിന്നെ അത് മില്ലിലോ മറ്റോ കൊണ്ടുപോയി നമുക്കത് പൗഡർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല മിക്സിയുടെ ജാറൊക്കെ പൊട്ടി പോകാനും ചാൻസസ് ഉണ്ട്. ഞാനത് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാനത് വെയിലത്ത് കൊണ്ടുവച്ച് ഉണക്കി എടുത്തത്. ഒരു നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ അതങ്ങ് ഏകദേശം ഉണങ്ങി കിട്ടും. 2 ദിവസം കൊണ്ടാണ് എനിക്ക് ഉണങ്ങി കിട്ടിയത്. അതിന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൗഡർ ചെയ്തെടുത്താൽ മായമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ്ലി ഹോം മെയ്ഡ് മഞ്ഞൾ റെഡി. താങ്ക് യു.